ഇപ്പോൾ ലഭ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഭീകരാക്രമണത്തിൽ ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. റവല്യൂഷണറി ഗാർഡിന്റെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ സിസ്താൻ എന്ന് പറയുന്ന പ്രദേശം. അവിടെ കേണൽ ഹൊസൈൻ അലി ജവ്ദാൻഫാർ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ ഉന്നതനായ ഒരു സൈനിക ഓഫീസറാണ്. ഇത് ഭീകരാക്രമണമാണ് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത് ഭീകരാക്രമണമല്ല. പാകിസ്ഥാൻ പറയുകയും ചെയ്തിരിക്കുന്നു തങ്ങൾ ഇറാന്റെ മണ്ണിൽ കടന്നു കയറി അവരെ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ പാകിസ്ഥാന്റെ സൈന്യമാണോ ഇതിന് പിന്നിലെന്നുള്ള കാര്യങ്ങളും വരും മണിക്കൂറിൽ സ്ഥിരീകരിക്കാൻ കഴിയും. ഏതായാലും ജയ്യൽ ആദിൽ എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഒരു തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. മറ്റൊരു തരത്തിൽ പാക് സൈന്യം തന്നെയാണ് ഈ ഇറാന്റെ ഉന്നതനായ ഉദ്യോഗസ്ഥനെ, കേണലിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നത്. ഏതായാലും സംഘർഷഭരിതമായി മുൻപോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആ വ്യോമാക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞത്. ഒരു മസ്ജിദ് തകർന്നിരുന്നു. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കേണൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്ന വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഈ കൊന്നത് ഭീകരരാണോ സൈന്യമാണോ എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.